19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലെ തിരുവിതാംകൂറിൽ യുഗപ്രഭാവനായ ഒരു സന്യാസി ജീവിച്ചിരുന്നു. നാട്ടിൽ നടമാടിയിരുന്ന ജാതി വിവേചനങ്ങളിലും ചൂഷണങ്ങളിലും മനം നൊന്ത് അദ്ദേഹം അതിനെയെല്ലാം പൊളിച്ചെടുക്കാനായി തുനിഞ്ഞിറങ്ങി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തെക്കുവടക്ക് നിരന്തരം ചുറ്റിക്കറങ്ങി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ഈ ഭൂമികയിൽ സാംസ്കാരികമായും സാമൂഹികമായും വലിയൊരു നവോത്ഥാനത്തിന് തന്നെ കാരണമാകുന്നു. അന്നോളം സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിച്ചവരെയെല്ലാം അദ്ദേഹം അതിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കപ്പെട്ട കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളും ഒരു വിശ്വാസത്തിൻ്റെ തണലിലേക്ക് ആനയിക്കപ്പെടുന്നു. കേരളത്തിൻ്റെ തലവര തന്നെ മാറ്റിമറിച്ച ആ ചരിത്ര പുരുഷന്റെ പേരാണ് ശ്രീനാരായണ ഗുരു. മഹാനായ ഈ ദാർശനികൻ മൺമറഞ്ഞിട്ട് ഇന്നേക്ക് 96 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്ന ഈ അവസരത്തിൽ കേരള ഭൂമിയുടെ സാമുദായിക സാഹചര്യം ആരെയും ആശങ്കയിലാഴ്ത്തും വിധം വഷളായിക്കൊണ്ടിരിക്കുന്നു. ദുരഭിമാന കൊലകളുമൊക്കെയായി നമ്മുടെ സാമൂഹിക മണ്ഡലമാകെ ഉഴുതുപറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരു പറഞ്ഞതും എഴുതി വെച്ചതുമായ കാര്യങ്ങൾക്ക് പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് വാസനകളുടെയും സംസ്കാരങ്ങളുടെയും ഒരു ആകത്തുക അവനിൽ ഉള്ളതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പരിവർത്തനങ്ങൾക്ക് കേവലം പുസ്തകത്തിലെ അറിവുകൾ മാത്രമല്ല പ്രയോജനപ്പെടേണ്ടത് എന്നും ഭക്തി അതിനത്യാവശ്യമാണ് എന്നും ഗുരു മനസ്സിലാക്കിയിരുന്നു. വലിയ വലിയ തത്വസംഹിതകളിലേക്ക് ഒരു ഭക്തനെ ആകർഷിക്കുന്നതിന് മുന്നോടിയായി അവന് എളുപ്പം കടന്നു വരാനുള്ള ഒരു സരണിയായി ഭക്തിയെ കണ്ട് ആ ഭക്തി സരണിയിലേക്ക് ഗുരു നമ്മളെ കൊണ്ടുവന്നു. ഇതിനുദാഹരണമാണ് ഗുരു എഴുതിവെച്ച വിശ്വാർത്ഥന പ്രാർത്ഥനയായ ദൈവദശകം. ഈ ഭക്തിയുടെ മാർഗം, ഈ ഭക്തിയുടെ ചുവട് ഏതിലൂടെ തുടങ്ങണമെന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥനയിലൂടെ തുടങ്ങണം എന്ന് ഗുരു അരുളി ചെയ്തു. ശ്രീ ശങ്കര ഭഗവത്പാദരും ആചാരസ്വാമികളുമൊക്കെ പറയുന്നു, മോക്ഷകാരണ സാമഗ്രിയാം ഭക്തിരേവഗരീയസി സ്വസ്വരൂപാനുസന്ധാനാം ഭക്തിരിത്തീഫി ദീയതേ. സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി എന്ന് ശങ്കരാചാര്യർ പറഞ്ഞപ്പോൾ സ്വസ്വരൂപം എന്നാൽ ആത്മാവാണെന്നും ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തിയെന്നും ശ്രീനാരായണ ഗുരുദേവനും നമ്മോട് പറയുന്നു. ഗുരുവിൻ്റെ വാക്കുകളൊന്നും വെറും വാക്കുകളല്ല. അതിൽ ചരിത്രമുണ്ട്, ശാസ്ത്രമുണ്ട്, തത്വങ്ങളുണ്ട്, അധ്യാപനങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്. ഇവയൊന്നും എഴുതി വയ്ക്കാനുള്ളവ മാത്രമല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ നിത്യജീവിത ശൈലികളിൽ ഉൾക്കൊണ്ട് തുടിപ്പുള്ള ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള തത്വങ്ങളാണിവ. ഇങ്ങനെയുള്ള തത്വങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് വാദിക്കാനും ജയിക്കാനുമുള്ളതല്ല, മറിച്ച് അറിയാനും അറിയിക്കാനുമുള്ളതാണ് എന്നുള്ളത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്യ സുഖത്തിനായി വരണം എന്ന് അരുളിയ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജാതിയുടെയും ഒരു മതത്തിൻ്റെയും ആളായിരുന്നില്ല. മനുഷ്യ സ്നേഹവും മനുഷ്യജാതിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കടിസ്ഥാനം. നാട്ടിൽ കൊടികുത്തി വാണിരുന്ന ജാതി വ്യവസ്ഥയുടെ രൂക്ഷത, സമൂഹം ചുറ്റിലും കെട്ടിപ്പൊക്കിയിരുന്ന മതിലുകൾ, യാതൊരുവിധ മനുഷ്യാവകാശങ്ങളുമില്ലാതെ താഴ്ന്ന ജാതിക്കാർ എന്നൊരു സമൂഹം, അവർക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള അനുവാദമില്ല, വഴി നടക്കാൻ അനുവാദമില്ല, തൊഴിലെടുക്കാൻ അനുവാദമില്ല, ഉണ്ണാൻ അവകാശമില്ല, ഉടുക്കാൻ അവകാശമില്ല. അങ്ങനെ അവകാശ നിഷേധത്തിൻ്റെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു രാവണൻ കോട്ടയിൽ അകപ്പെട്ട പോലൊരു സമൂഹം. സകല അവകാശങ്ങളും ഒരുപോലെ നിഷേധിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ രക്ഷ എവിടെ നിന്ന് തുടങ്ങണം എന്ന് ഗുരു കണ്ടെത്തുന്നു. ആദ്യം മാറ്റം വരുത്തേണ്ടത് ആരാധനാ സ്വാതന്ത്ര്യത്തിനാണെന്ന് ഗുരു ഉറപ്പിക്കുന്നു. അതുണ്ടായാൽ അതിൻ്റെ ചിറകിലേറി അവന് മുകളിലേക്ക് പറക്കാൻ സാധിക്കും, മുന്നേറാൻ സാധിക്കും എന്ന് ഗുരു മനസ്സിലാക്കുന്നു. ഇതിന് തുടർച്ചയായാണ് ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത്. അവിടെ തൻ്റെ മഹത്തായ മാനവികതയുടെ പ്രഖ്യാപനം മലയാള ഭാഷയിൽ എഴുതി വച്ചിട്ടുണ്ട്.
ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. കാലത്തിനു മുൻപേ നടന്ന ഗുരു ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് തൻ്റെ പുസ്തകങ്ങളിലൂടെ നമുക്ക് കാട്ടിത്തന്നു. ഒരു ജനതയുടെ സമഗ്രമായ ഉയർത്തെഴുന്നേൽപ്പിനു വേണ്ടി സ്വപ്നം കണ്ട ഗുരു പ്രവർത്തിച്ചതും ഉപദേശങ്ങൾ നൽകിയതും എല്ലാവർക്കുമായാണ്. ഒരു കവി എന്ന നിലയിലോ, ഒരു ദാർശനികൻ എന്ന നിലയിലോ, ഒരു യോഗി എന്ന നിലയിലോ, ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലയിലോ, ഒരു സിദ്ധൻ എന്ന നിലയിലോ മുൻവിധികളില്ലാതെ സമൂഹത്തിന് ഗുരുവിനെ കാണാൻ സാധിക്കും. നമുക്ക് ഗുരുവിൻ്റെ ആദർശങ്ങളിലും സ്വപ്നങ്ങളിലും പങ്കുചേരാം. അവ കാത്തു സൂക്ഷിക്കാം നല്ല നാളേക്ക് വേണ്ടി. നന്ദി, നമസ്കാരം.